ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ട്. പക്ഷെ കണ്ടാൽ പറയും ഇവിടെ 7 മണിയായിട്ടുണ്ടെന്ന്. കാരണം എന്താണെന്നറിയോ, അയർലൻഡിലും യൂറോപ്പിലൊക്കെ ഈ സമ്മർ ടൈമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 11 മണി വരെ ഈ ഒരു വട്ടം തന്നെ ആയിരിക്കും. ഒരു 11 മണി കഴിയുമ്പോഴായിരിക്കും സൺസെറ്റ് ഉണ്ടാവുക. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കണമല്ലോ. കഴിക്കണമെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒന്നുമില്ല. ചോറുണ്ട്, പക്ഷേ ചോറ് വൈകുന്നേരം കഴിക്കാനൊരു മടി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഗാർലിക് ബ്രെഡും ഒരു മുട്ടയും ഒരു ചീസും പിന്നെ ഫിഷ് ഫിംഗേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡിന്നർ അതാക്കാമെന്ന് വിചാരിച്ചു. ജങ്ക് ഫുഡാണ്, പക്ഷെ വേറെ വഴിയില്ല, ഉള്ളതല്ലേ, പിന്നെ കിച്ചണിലുള്ളത് തീർക്കണ്ടേ. അപ്പം ഞാനൊരു കബോർഡ് അങ്ങോട്ട് എടുത്തു. ഈ ഗാർലിക് ബ്രെഡ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാൻ ടോസ്റ്ററില്ല. അപ്പോൾ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്ലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി അതിനകത്ത് ക്രോസ് മാർക്സ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞൊന്ന് എടുത്താൽ മതി. അപ്പം ഞാനത് കട്ട് ചെയ്തു. ഇനി ഒരു പാൻ എടുക്കുക. ഇനി ഇതിൻ്റെ കുക്കിംഗ് എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എങ്ങനെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്ലൈസ് ചെയ്ത ബ്രെഡ് എല്ലാം അതിനകത്തോട്ട് വെച്ചു. ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി, ഓയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പാൻ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ്സ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി അതിനകത്ത് ബട്ടറും ഉണ്ട്, പിന്നെ ഗാർലിക്കിൻ്റെ സാധനങ്ങളുണ്ട്. അങ്ങനെയാണ് ഇത് ടോസ്റ്റഡ് ആയിട്ടുണ്ട്. ആക്ച്വലി അതൊന്ന് മൊരിഞ്ഞാൽ മതി. അപ്പം അത് മൊരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. ഏകദേശം അതിപ്പോൾ ഒരു മുരിഞ്ഞിട്ടുണ്ട്. മതി ഇത്രയൊക്കെ മതി. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും ആക്ച്വലി ഞാനതങ്ങ് എടുത്തു. ഇത്രയും സ്ലൈസസ് മതി, ബാക്കിയുള്ളതെല്ലാം നമുക്ക് പിന്നീട് കഴിക്കാം. ഇനി അടുത്ത് എന്താ, ഫിഷ് ഫിംഗർ വയ്ക്കാം. ഫിഷ് ഫിംഗർ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 2-3 മിനിറ്റ്സ് സംഭവമായിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കുക്കാണ്, കാരണം ഫ്രീസറിൽ വെക്കുന്ന സാധനമാണല്ലോ. മണം പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് ഓൺ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെയൊക്കെ സ്മെല്ലായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാനൊരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട ഫ്രൈ ചെയ്തു. ഇനിയിപ്പോൾ ഗ്യാസ് കുറച്ചിടണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു. ഒരു ചീസും കൂടി അതിൻ്റെ മേലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചീസും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് സാധനം എടുക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. മയോ കെച്ചപ്പ് ഇതിനകത്തൊക്കെ ആഡ് ചെയ്യാം, പക്ഷേ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ്